കേരളത്തെ പ്രശംസിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളം അടിപൊളി സംസ്ഥാനമെന്ന് അശ്വിനി വൈഷ്ണവ്. അങ്കമാലി ശബരിമല റെയിൽപാത ശബരി റെയിൽപാതയ്ക്ക് മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലെത്തി നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. Commitment is visible in the way the railway map will be fully transformed in Kerala. This is our Kerala state, Adipoli state. This is the map of Kerala. From up north, just after Mangaluru, Kerala starts, and this is a major junction here, Shornur, right? So from Kasargod, from Mangaluru to Shornur, we want to make it 4 lines of railway. We would like to make a 3rd line there, and we have already sanctioned the funds for preparing DPRs, detailed project reports, getting the survey done so that all these lines can be completed in the coming years. When Honorable Chief Minister of Kerala visited Delhi, we made an earnest request to him that in the past there was an agreement for 50-50 cost sharing. So we made a request that please start the land acquisition work so that once the land acquisition is done, then we can start the construction work at a rapid pace. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരി റെയിൽപാതയെ സംബന്ധിച്ചാണ്. അവിടെ സംസ്ഥാനം ചെലുത്തുന്ന സമ്മർദ്ദത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചതിനെ സംബന്ധിച്ചൊക്കെയുള്ള അനുകൂല പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല 3 വരി പാതയിൽ നിന്ന് 4 വരി പാതയിലേക്ക് കേരളത്തിലെ റെയിൽവേ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ ഇതിൻ്റെ DPR അടക്കമുള്ള വിവരങ്ങൾ ഒക്കെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. മാത്രമല്ല കേരളം അടിപൊളി സംസ്ഥാനമാണ് എന്ന നമ്മുടെ വാക്കുകൾ, കൊളോക്കിയൽ വാക്കുകൾ കൂടിയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. എന്തൊക്കെയാണ് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയ കൂടുതൽ കാര്യങ്ങൾ? അജിംഷാദ്, സംസ്ഥാനത്തെ BJP അതോടൊപ്പം കോൺഗ്രസ് അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ, അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ പരോക്ഷമായും അതോടൊപ്പം ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് കേരളത്തിൻ്റെ വികസനത്തെ പറ്റി പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. എന്തായാലും കേരളത്തിലെ റെയിൽവേ ഗതാഗതം അത് മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്രം നിരവധിയായിട്ടുള്ള പദ്ധതികൾ കേരളത്തിനായി മുന്നോട്ട് ുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കേരളം അടിപൊളിയാണ് എന്ന് അദ്ദേഹം മലയാളത്തിൽ തന്നെ കേരളത്തെ പ്രശംസിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദില്ലിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു സ്വകാര്യ ചടങ്ങിലായിരുന്നു അദ്ദേഹം കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. അതോടൊപ്പം കേരളത്തിലെ നിരവധിയായിട്ടുള്ള റെയിൽവേ പാതകളിൽ കൊണ്ടുവരുന്ന ചില മാറ്റങ്ങളെ പറ്റിയും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനമായും ഈ മംഗലാപുരം കാസർഗോഡ് ഷൊർണൂർ പാത അത് 4 വരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ തുടർന്ന് വരികയാണ്. അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇതിനോടകം തന്നെ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. കവച് ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ മേഖലയിലെ പ്രവർത്തികൾ ആരംഭിക്കുക. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ഈ പദ്ധതിയൊക്കെ തന്നെ നിലവിലെ റെയിൽവേയുടെ ശേഷി 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അങ്കമാലിയും ശബരിമല റെയിൽ പാതയ്ക്ക് മുൻഗണന നൽകും. കഴിഞ്ഞ മെയ് മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ദില്ലിയിലെത്തുകയും അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഈ റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കേരളത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് എടുക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ നടപടികളൊക്കെ തന്നെയും ആരംഭിക്കാനുള്ള ഒരു നീക്കം നടത്താൻ അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഷൊർണൂർ എറണാകുളം പാത 3 വരിയാക്കും. എറണാകുളം കായംകുളം പാതയും കായംകുളം തിരുവനന്തപുരം പാതയും ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നതടക്കമുള്ള പുതിയ പദ്ധതികളെ കുറിച്ചാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും വലിയ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും കേരളത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഉണ്ടാകുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താവുന്നതാണ്. കാരണം കേരളത്തിലെ റെയിൽവേ ഗതാഗതത്തെ പറ്റി നേരത്തെ തന്നെ
ഇത്തരത്തിൽ വലിയ പ്രശംസകൾ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരിയുടെ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വലിയ പ്രശംസ കേരളത്തിന് ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. അജിം ഷാ.